ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ പെരുന്നാൾ തലേന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതാ കുറച്ച് ചെറിയ സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചാലാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ പെരുന്നാൾക്ക് സെറ്റ് ചെയ്യണുള്ളൂ. ഇത് പൊട്ടിച്ചാളല്ല കേട്ടോ, ആ ചെറിയാട്ടി കൊടുത്ത. അപ്പോൾ പടക്കങ്ങളൊക്കെ സെറ്റാക്കി. പക്ഷെ വേറൊരു കോമഡി എന്താ അറിയോ, ലൈറ്റർ വാങ്ങിയിട്ടില്ല. ഒക്കെ സെറ്റാക്കി ഓരോന്നായിട്ട് പൊട്ടിച്ചാന്ന് പറഞ്ഞാൽ ബാക്കി ഈ ഐറ്റംസ് ഒക്കെ കുറച്ച് വലിയ സാധനങ്ങൾ, അതൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചാൽ. ഇപ്പം നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഈ കമ്പി പൂത്തിൻ്റെ ഐറ്റംസ് ഒക്കെ എത്തിച്ചോളാം അല്ലേ. ആ ഓരോന്നായിട്ട് എടുത്തോളി. ശരിമോനെ പൊട്ടൂട്ടോ, പൊട്ടും. കയ്യുമൊക്കെ ഉണ്ടത് ഷാനുവിന്റെ കട്ടെ. മുമ്പോട്ട് പോണെങ്കിൽ നിർബന്ധം. പൊള്ളിട്ടോ, പിടിച്ച. ഇപ്പൊ ഗൈസ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇവിടെ വന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. കാരണം അവിടെ ആകുമ്പോൾ അവിടെ ഷീറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മറ്റേ ഈ സാധനം പൊട്ടിച്ചാൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇവിടെ ഇട്ട് പൊട്ടിച്ചാൽ. കൊടി പൊളി. അങ്ങനെ ആ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. മത്താപ്പ് ഇവിടെ ചോട്ടിച്ചാനേ പറ്റുള്ളൂ. നമുക്കിനി മത്താപ്പ് പൊട്ടിക്കാം. ഇത് പിടിക്കാം. ഇല്ല ലൈറ്റ് വേണ്ടി വരും. മൂഞ്ചില്ല. ഇത് സാധനം എന്താന്നറിയില്ല. ചക്രം. പക്ഷെ ചക്രം അങ്ങനല്ലല്ലോ, ചക്രം വട്ടത്തിലല്ലേ, ഇത് ചതുരത്തിലല്ലേ. എന്തായാലും കത്തിച്ചുമ്പോ കാണാൻ എന്തായാലും നമുക്ക് കത്തിച്ചോക്കാം. ലൈറ്റർ നോക്കി ഞാനൊന്ന് വീഡിയോ ഓഫ് ആക്കിയപ്പോ ഇവിടെ ഫുള്ള് വെടിയും പോകെ. ഈ പാത്തുമ്മ പൂത്തിരി കത്തിച്ചിടരി ഈ സാധനം പൊട്ടിപ്പൊരി ഇത് കൊണ്ടിക്കാണ്ട് നേരെ കൊടുത്തു പൂത്തിരി വിചാരിച്ച്. സാധനം പോലെ അങ്ങനെ പടക്കം പൊട്ടിച്ചലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ നാളെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, നമുക്ക് എത്ര നമ്മൾ സെറ്റാക്കിയാലും ആ പഴയ പണ്ടത്തെ ആ ഒരു നമ്മൾ ചെറിയ കുട്ടിയായിരുന്നത്തെ ആ പെരുന്നാളിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര ആയാലും കിട്ടുന്നില്ല. ആ ഒരു സുഖം എത്ര ആയാലും നമ്മൾ എത്ര അടിപൊളിയായിട്ട് ചെയ്താലും, നമ്മൾ എത്ര പൈസ മുടക്കി എത്ര നല്ല ഡ്രസ്സ് ഇട്ട് എത്ര അടിപൊളി ഫുഡ് കഴിച്ചാലും നമുക്ക് ആ പണ്ടത്തെ അന്ന് നമ്മളെ ചെറിയ കുട്ടിയായെന്ന് മറ്റേ രാവിലെ നീച്ച് കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് ആ പള്ളിക്കൊക്കെ പോയി വന്ന് ആ ബിരിയാണി കഴിച്ചാൽ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് എന്ത് കാട്ടിയാലും കിട്ടില്ല. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ വരും. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മറ്റേ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.